സുന്ദര കേരളഭൂമി ജനജീവിത നമസ്കാരം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്നു കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മഹാകവി ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. ഇന്ന് മലയാള മണ്ണിന്റെ 64ാം ജന്മദിനം. ഞാൻ വിവേകസ് മേനോൻ CNN VHS സ്റ്റാർ സ്കൂളിലെ 5ാം ക്ലാസ് എയിലെ വിദ്യാർത്ഥിയാണ്. മലകളും പുഴകളും ആറുകളും എല്ലാം നിറഞ്ഞ പച്ചപ്പട്ടെടുത്ത കേരള മണ്ണിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. നമുക്ക് എല്ലാ ദിവസത്തെ പോലെയും ജഗദീശ്വരന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സന എസ് ചന്ദ്രയെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. പ്രതിജ്ഞ നമ്മളിൽ ദേശീയഭക്തി, ദേശീയബോധം എന്നിവ ഉണർത്തുകയും നാം എല്ലാം സഹോദരി സഹോദരന്മാരാണെന്ന് ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിജ്ഞയ്ക്കായി അനൈ PCയെ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണ്ണവുമായ എന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും സ്നേഹിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. കേരളപ്പിറവി സന്ദേശം നൽകുന്നതിനായി ആദരണീയനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ AR പ്രവീൺ കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും കേരള പിറവി ദിന ആശംസകൾ. നമ്മൾ മലയാളികൾ ഇന്ന് കേരള പിറവി ദിനം ആഘോഷിക്കുകയാണ്. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള, നമുക്കറിയാം, മലയാളികൾ ചെന്നെത്താത്ത ഭൂപ്രദേശങ്ങൾ ലോകത്തിലില്ല. എല്ലാ പ്രദേശങ്ങളിലുമുള്ള മലയാളികൾ ഇന്ന് കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നു. നവംബർ 1 കേരള പിറവി ദിനമായിട്ട് നാം ആഘോഷിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കപ്പെടാനുള്ള കാരണം, കേരളം രൂപം കൊണ്ടത്, കേരളം ജന്മമെടുത്തത് 1956 നവംബർ 1 അങ്ങനെ കേരളത്തിൻ്റെ 64ാം പിറന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. 1956 മുൻപ് കേരളം 3 വ്യത്യസ്ത പ്രദേശങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ. ഈ 3 പ്രദേശങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ 1956 നിലവിൽ വന്ന ഭാഷാ പുനഃസംഘടനാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 സ്വതന്ത്ര പ്രദേശങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് മലയാളം ഭാഷ മാതൃഭാഷയായ മലയാളം സംസാരിക്കുന്നവരുടേതായ ഒരു സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വരികയുണ്ടായി.
അങ്ങനെ ഇന്ത്യയിലെ 14ാമത്തെ സംസ്ഥാനമായി കേരളം നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വരുമ്പോൾ കേരളം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു. 14 സംസ്ഥാനമാണെന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കേരള രൂപീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 1 എല്ലാ വർഷവും നാം മലയാളികൾ കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നത്. കേരളം എന്നുള്ള സങ്കല്പം 1956 മുൻപും ഇവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനായിട്ട് ശിലാശാസനങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അതിൽ ചില ശിലാശാസനങ്ങളിൽ കേരളത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പുരാവസ്തു ഗവേഷകർ, ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ കേരളം എന്നുള്ള ഒരു സങ്കല്പം, ആശയം നിലവിലുണ്ടായിരുന്നു. കുറച്ചും കൂടിയും പിറകിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് ചില പുരാണങ്ങളും ലെജൻഡുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം കേരളത്തിൻ്റെ കേരളോൽപ്പത്തി പരശുരാമൻ്റെ ആ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരശുരാമൻ ഗോകർണത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് മഴുവെറിഞ്ഞ് അറബിക്കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരളം എന്നുള്ള ഒരു മിത്ത്, ഒരു പുരാവൃത്തം കേരളത്തിൻ്റെ കേരളോൽപ്പത്തിയെക്കുറിച്ചുണ്ട്. അതൊരു മിത്താണെങ്കിലും അതിന് പിറകിൽ ഇതുപോലെ തന്നെ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. കാരണം കേരളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന കേരളം അറബിക്കടലിൽ നിന്ന് പൊന്തി വന്ന ഒരു പ്രദേശമായിട്ട് പറയുന്നു. ചില പ്രദേശങ്ങൾ നമുക്കറിയാം, ഭൂമിയിൽ ചില പ്രദേശങ്ങൾ ഈ ഫലക ചലന സിദ്ധാന്തപ്രകാരം ചില ഭാഗങ്ങൾ താഴ്ന്നു പോകുന്നു, ചില ഭാഗങ്ങൾ ഉയർന്നു വരുന്നത്, അങ്ങനെയുള്ള പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറബിക്കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിനെ കുറിച്ചുള്ള ആ സങ്കല്പത്തിൽ ഈ സങ്കല്പം നമുക്കറിയാം 1956 മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമായത് 1956 നവംബർ 1 മാത്രം. നമുക്കറിയാം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ സാന്നിധ്യമുണ്ട് മലയാളികൾ വഴി. എല്ലാ മേഖലകളിലും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഒരു കേരള ടച്ച്, ഒരു മലയാളി ടച്ച് നമുക്ക് ദൃശ്യമാണ്. മലയാളികൾ ലോകം മുഴുവൻ അവരുടെ സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള, വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ജീവിത നിലവാരമുള്ള, ഏറ്റവും വൃത്തിയുള്ള, അതുപോലെ തന്നെ വിശാല വീക്ഷണമുള്ള ആളുകളാണ് മലയാളികൾ. ഈ സുദിനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി കേരള പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂല്യസമ്പുഷ്ടമായ കേരളപ്പിറവി സന്ദേശം പകർന്നു നൽകിയ ആദരണീയനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ AR പ്രവീൺ കുമാർ സാറിന് വൈവയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ബോധേശ്വരന്റെ വരികളാൽ രചിക്കപ്പെട്ട ജയ ജയ കേരള കോമളധരണി എന്ന ഗാനം ആലപിക്കുന്നതിനായി ഗോകുലിനെ ക്ഷണിക്കുന്നു. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാനക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത് ഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, ജയ ജയ
ജയ ജയ ജയ ജയ ജയ ജനനി ജനനി മാമക കേരള ധരണി ജയ 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 ജനനി ജനനി മാമക കേരള ധരണി ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ജയ 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 ജനനി ജനനി മാമക കേരള ധരണി ജയ 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 ജനനി ജനനി മാമക കേരള ധരണി. ചിന്താവിഷയങ്ങൾ പുതിയൊരു ദിനം തുടങ്ങുന്നതിനായി ഉണർവും പ്രചോദനവും നൽകുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിനായി വിജിത് കെബിയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം വികാരപരമായി കറുപ്പ് ഒരു മോശം നിറമാണ്. എന്നാൽ ഓരോ ബ്ലാക്ക് ബോർഡുകളുമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം ശോഭനമാകുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ആനുകാലികമായ വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നു. വാർത്തകൾ ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ആദിശങ്കർ PD ആണ്. വാർത്തകൾ വായിക്കുന്നതിനായി ആദിശങ്കറിനെ ക്ഷണിക്കുന്നു. 2020 നവംബർ 1, 1196 തുലാം 16 ഞായറാഴ്ച. പ്രധാന വാർത്തകൾ. സൈനിക സ്കൂളുകളിൽ 27% OBC സംവരണം. രാജ്യം ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ചു. കുട്ടികളിൽ വാക്സിൻ പരീക്ഷണത്തിന് ഒരുങ്ങി ജോൺസൺ ആൻഡ് ജോൺസൺ. തുർക്കിയിലും ഗ്രീസിലും ഭൂകമ്പം, 37 മരണം. പോലീസ് അനുകൂലമെങ്കിൽ വോട്ടെടുപ്പ് ഒറ്റ ദിവസം. നവംബർ എത്തി, കൊറോണയുടെ ഒരാണ്ട്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. മുഖ്യമന്ത്രിയുടെ കേരളപ്പിറവി ആശംസ. സ്കൂൾ കലോത്സവം മുതൽ യൂട്യൂബ് ചാനൽ വരെ മികവിന്റെ ഓൺലൈൻ മാതൃകകളുമായി വിദ്യാലയങ്ങൾ. തൃശൂർ ചേർപ്പ് CNN സ്കൂൾ പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ കുട്ടികൾ ഉണർവ് പകരാനും അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും പലതരത്തിലുള്ള പരിപാടികൾ വിദ്യാലയത്തിൽ നടത്തുന്നു. സ്പോർട്സ്. ഡൽഹി ബോൾട്ട് മുംബൈ ഇന്ത്യൻസിനോട് 9 വിക്കറ്റിന് തോറ്റു. ഇഷാൻ കിഷാൻ 47 പന്തിൽ 72 റൺ. അടുത്തെത്തി ബാംഗ്ലൂർ. മെറഡോണ പെലെയുടെ ആശംസ. 60ാം പിറന്നാൾ ദിനത്തിൽ മെറഡോണയ്ക്ക് ആശംസ നൽകി പെലെ. ജെയിംസ് ബോണ്ട് താരം സ്കോറി അന്തരിച്ചു. മലയാള നാടിന്റെ പിറന്നാൾ ദിനത്തിൽ കൈരളിക്ക് ജന്മദിനാശംസകൾ നേരാൻ നമ്മുടെ എല്ലാം മാർഗദർശികയായ ക്ലാസ് ടീച്ചർ ശാന്തിനി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. COVID-19 എന്ന മഹാമാരി ലോകത്തെയും നമ്മുടെ കൊച്ചു കേരളത്തെയും പിടിയിലൊതുക്കിയ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ ഒരു സ്പെഷ്യൽ വെർച്വൽ അസംബ്ലി നടത്തുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. പച്ചയാമ്പരിപ്പിട്ട സഹ്യൻ്റെ മടിത്തട്ടിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈശ്വരൻ്റെ വിരൽസ്പർശമേറ്റ നാട്. നമ്മുടെ കൊച്ചു കേരളം പല കാര്യങ്ങളിലും മുൻപിലാണ്. കേരളത്തിൻ്റെ 64ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഈ സ്വന്തം നാടിനെ എന്നും ഐശ്വര്യഭൂമിയായി നിലനിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. അതിന് നമുക്ക് സാംസ്കാരിക ബോധസമൂഹം ആവശ്യമാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും അത് നിറവേറ്റും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും കൊച്ചു കൈരളിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
കേരളപ്പിറവി ദിനത്തിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ച നമ്മുടെ ആദരണീയ ക്ലാസ് ടീച്ചർ ശാന്തിനി ടീച്ചർക്ക് 5Aയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ആഘോഷപ്പെരുമയുടെയും സാഹോദര്യത്തിന്റെയും നാടായ, അതിലുപരി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊച്ചു കേരളത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി അനുഗ്രഹിനെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പച്ചപ്പിന്റെയും നാടായ കേരളത്തിന്റെ ജന്മദിനമാണ് നവംബർ 1. 1956 നവംബർ 1-നാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളായി നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമേകുന്നതാണ്. ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ മാഗസിന്റെ ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷവും, ആന ഔദ്യോഗിക മൃഗവും, വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും, കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ്. ഏകദേശം 3,33,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട സ്ഥലമാണ്. 2018-ലെയും 2019-ലെയും പ്രളയത്തെയും 2018-ൽ പൊട്ടിപ്പുറപ്പെട്ട നിപ്പ വൈറസിനെയും കേരളീയർ നേരിട്ട രീതി ലോകപ്രശംസ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ്. ഇപ്പോൾ കൊറോണ വൈറസിനെതിരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പോരാട്ടം BBC ന്യൂസ് വരെ പ്രക്ഷേപണം ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനാർഹം തന്നെ. കേരളത്തിന്റെ 64ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് തുടരുവാൻ ശ്രമിക്കാം. മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിന്റെയും അതുവഴി ഇന്ത്യയുടെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി. ജയ് കൈരളി. കൈരളിയുടെ പ്രകൃതി മനോഹാരിതയെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അതിമനോഹരമായ ഗാനവുമായി എത്തുന്നു ആദിത്യ കൃഷ്ണ. സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരം അതെന്റെ തന്ത്രിയിലുയർത്തിടുന്നു സ്വരസ്വാന്തനം, ഇളകിയാടുന്ന ഹരിതമേഖലയിലയിടുന്നു കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരം അതെന്റെ തന്ത്രയിലുയർത്തിടുന്നു സ്വരസാന്ത്വനം, ഹരിത ഭംഗി കളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി, ഹരിത ഭംഗി കളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി, നാട്ടിലാകെ നടമാടിടുന്നിത പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽഗനി, ശാന്തി നിലയമായി വെൽഗനി, ശാന്തി നിലയമായി വെൽഗനി, ശാന്തി നിലയമായി വെൽഗനി. സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരം അതെന്റെ തന്ത്രിയിലുയർത്തിടുന്നു സ്വരസ്വാന്തനം, പീലി നിർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ, പീലി നിർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ, കേളികൊട്ടിലുയരുന്നു കഥകളി കേളി ദേശാന്തരങ്ങളിൽ. ഓ
സത്യധർമ്മ കേദാരമേ സത്യധർമ്മ കേദാരമേ സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം നീലസാഗരമതിൻ്റെ തന്ത്രിയിലുയർത്തിടുന്നു സ്വരസാന്ത്വനം. ഒരു ദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും ത്യാഗവും നേട്ടങ്ങളും സ്മരണയിൽ കൊണ്ടുവരികയും ഇവയൊക്കെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഗീത രചനയാണ് ദേശീയ ഗാനം. ദേശീയ ഗാനം ആലപിക്കുന്നതിനായി സച്ചിൻ കേസിനെ ക്ഷണിക്കുന്നു. ദേശീയ ഗാനത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे